അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹ് പാഠപുസ്തകത്തിലെ 1ാം യൂണിറ്റ് അഹ്കാമു ശർഇയ്യ എന്ന ഭാഗത്തിൽ നിന്ന് വർക്ക് ബുക്ക് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത്. പൊതുപരീക്ഷാ ക്ലാസ്സുകളാണല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ക്രീനിൽ എന്തെങ്കിലും ക്ലിയർ കുറവുണ്ടെങ്കിൽ വർക്ക് ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വരും പാഠങ്ങളിലെ വീഡിയോകളൊക്കെ ലഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വർക്ക് ബുക്കിലേക്ക് പോകാം. ആദ്യം വർക്ക് ബുക്കിലെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ കണ്ടോ, മാനിൽ കലിമാത്ത്, പ്രത്യേകം അർത്ഥപദങ്ങളാണ് ഈ പാഠപുസ്തകത്തിലുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. താഴെ ഉക്തുബിൽ മാന, അർത്ഥം എഴുതുക. ഹുക്മ്, വിധി. 2 തർക്ക്, ഉപേക്ഷിക്കുക. 3 കശ്ഫ്, തുറന്നിടൽ. 4 സ്വലാഹ്, നന്മ. റെഡിയാണല്ലോ അല്ലേ? ഇനി നേരെ താഴെ അജിബ്, ഉത്തരം എഴുതുക. കം ഹുക്മം ഫി ശർഇ മാഹിയ, ശർഇയായ വിധികൾ എത്ര ഏവ? ശർഇയായ വിധികൾ 5. 1 വാജിബ്, 2 മന്ദൂബ്, 3 ഹറാം, 4 മക്റൂഹ്, 5 മുബാഹ്. വ്യക്തമാണല്ലോ? അടുത്തത് നെക്സ്റ്റ് പേജ്, 6ാമത്തെ പേജ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, സഹീഹ്. സഹീഹ് എന്നാൽ എന്ത്? ഉത്തരം മതനിയമത്തോട് യോജിച്ചത്. 3 മൽ ബാത്തിൽ. ബാത്തിൽ എന്നാൽ എന്ത്? ഉത്തരം മതനിയമങ്ങളോട് യോജിക്കാത്തത്. 4 മനിൽ മുക്കല്ലഫ്. മുക്കല്ലഫ് ആരാണ്? ഉത്തരം ബാലിഗും ആഖിലും, അതായത് പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവൻ. 5 ലിമ ജഅലല്ലാഹു ലനാ ശർഅൻ. അള്ളാഹു എന്തിനാണ് നമുക്കൊരു മതനിയമം ഉണ്ടാക്കി തന്നത്? ഉത്തരം ഇഹപര നന്മക്ക്, അതായത് ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മക്ക്. അടുത്തത് സുൽ കുല്ലംബിൽ മുനാസിബ്, ചേരുംപടി ചേർക്കുക. 1 മാ യുസാബു അലാ തർക്കിഹി വലാ യുആഖബു അലാ ഫിഅലിഹി. ഉപേക്ഷിച്ചാൽ പ്രതിഫലം ഉള്ളതും പ്രവർത്തിച്ചാൽ ശിക്ഷ ഇല്ലാത്തതും. ഉത്തരം മക്റൂഹ്. 2 മാ ലാ യുസാബു വലാ യുആഖബു അലാ ഫിഅലിഹി വലാ അലാ തർക്കിഹി. പ്രവർത്തിച്ചാലോ ഉപേക്ഷിച്ചാലോ ശിക്ഷയോ കൂലിയോ ഇല്ലാത്തത്. ഉത്തരം മുബാഹ്. 3 മാ യുസാബു അലാ ഫിഅലിഹി വയുആഖബു അലാ തർക്കിഹി. പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും. ഉത്തരം വാജിബ്. 4 മാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും. ഉത്തരം മന്ദൂബ്. 5 മാ യുസാബു അലാ തർക്കിഹി വയുആഖബു അലാ ഫിഅലിഹി. ഉപേക്ഷിച്ചാൽ പ്രതിഫലമുള്ളതും
പ്രവർത്തിച്ചാൽ ശിക്ഷയുള്ളതും ഉത്തരം ഹറാം. താഴെ ഉക്തുബ് കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ എഴുതുക. യുസാബു പ്രതിഫലം നൽകപ്പെടും. ലാ യുസാബു പ്രതിഫലം നൽകപ്പെടുകയില്ല. യുആഖബു ശിക്ഷിക്കപ്പെടും. ലാ യുആഖബു ശിക്ഷിക്കപ്പെടുകയില്ല. അടുത്ത പേജ് നമ്പർ 7 മുകളിൽ ഉണ്ടോ? യജിബു നിർബന്ധമാകും. ഇവിടെ ലാ യജിബു നിർബന്ധമാവുകയില്ല. യഹ്റുമു ഹറാമാകും. ലാ യഹ്റുമു ഹറാമാവുകയില്ല. യുഖാലു പറയപ്പെടും. ലാ യുഖാലു പറയപ്പെടുകയില്ല. വ്യക്തമാണല്ലോ. സ്വഹീഹിൽ ഖത്ത് കണ്ടോ? പിഴവ് ശരിയാക്കുക. അതായത് താഴെ പറഞ്ഞത് കമൻറ്റുകൾ ശരിയല്ല, ശരിയാക്കി പറയുക, എഴുതുക. 1. ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുള്ളതാണ് മന്ദൂബ്. അത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ ശരിയാക്കിയതിൻ്റെ? ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുള്ളതാണ് വാജിബ്. ഓക്കെ. 2. മന്ദൂബിൻ്റെ മറ്റൊരു പേരാണ് മുബാഹ്. അത് ശരിയല്ല. ശരി എങ്ങനെയാണ്? മന്ദൂബിൻ്റെ മറ്റൊരു പേരാണ് സുന്നത്ത്. 3. ഹൈലുകാരി നിസ്കരിക്കൽ കറാഹത്താണ്. അതും ശരിയല്ല. ശരിയായത് ഹൈലുകാരി നിസ്കരിക്കൽ ഹറാമാണ്. 4. ചെയ്താലും ചെയ്തില്ലെങ്കിലും കൂലിയും ശിക്ഷയുമില്ലാത്തതാണ് സുന്നത്ത്. അത് ശരിയല്ലല്ലോ. ശരി എങ്ങനെയാണ്? ചെയ്താലും ചെയ്തില്ലെങ്കിലും കൂലിയും ശിക്ഷയുമില്ലാത്തതാണ് മുബാഹ്. 5. എല്ലാ ആഖിലുകൾക്കും ഹുക്കുമുകൾ ബാധകമാകും. അതും ശരിയല്ല. ശരിയായ രൂപം എല്ലാ ആഖിലുകൾക്കും ബാലിഗുകൾക്കും ഹുക്കുമുകൾ ബാധകമാകും. വ്യക്തമായല്ലോ? വളരെ വ്യക്തമായിട്ട് എഴുതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.